ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നടക്കുമോ എന്നൊരു സംശയം ഒരിക്കലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ബൈബിളിൽ അങ്ങനെയൊരു സംശയം അനുഭവിച്ച ഒരു കുടുംബത്തെപ്പറ്റി പറയുന്നു. അബ്രഹാമിന് സാറയ്ക്കും ഒരു മകൻ ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞു. അപ്പോൾ അബ്രഹാമിന് ഏകദേശം 100 വയസ്സാകാറായി. സാറയ്ക്ക് അമ്മയാകാനുള്ള ശാരീരിക ശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലും ആയിരുന്നു. ഇത് കേട്ടപ്പോൾ സാറയും ചിരിച്ചു. അബ്രഹാമിന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം മനുഷ്യബുദ്ധിക്ക് അത് അസാധ്യമായിരുന്നു. പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ ഒരു വലിയ സത്യം മനസ്സിലാക്കി. അതായത് ദൈവം പറഞ്ഞ കാര്യം ചെയ്യുവാൻ വിശ്വസ്തനാണ് എന്ന്. അതുകൊണ്ടാണ് അബ്രഹാം പിന്നീട് തൻ്റെ ജീവിത അനുഭവത്തിൽ പറഞ്ഞത്, ദൈവം വാഗ്ദത്തം ചെയ്തത് പൂർത്തീകരിപ്പാൻ ശക്തനാണ് എന്ന്. ശാരീരിക ബലഹീനതയോ സാഹചര്യങ്ങളോ പ്രയാസങ്ങളോ യാതൊന്നും തടസ്സമല്ല എന്ന് സാറയും പറഞ്ഞു. അതെ, ദൈവം വിശ്വസ്തനാണ്. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല. വാഗ്ദത്തം ചെയ്തവൻ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. നമ്മൾ പലരോടും പറഞ്ഞ വാഗ്ദത്തങ്ങൾ നമുക്ക് പാലിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. കാരണം നമ്മൾ വലിയ ശക്തരല്ല. നമ്മുടെ മുമ്പിൽ സാഹചര്യങ്ങളും മാറുന്നു, അതിനോടുള്ള ആസക്തിയും കുറയുന്നു. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം സർവശക്തനാണ്. ദൈവം മാറ്റമില്ലാത്തവനാണ്. ദൈവത്തിൻ്റെ സ്നേഹം മാറ്റമില്ലാത്തതാണ്. അതുകൊണ്ട് ബൈബിൾ ഉറപ്പിച്ചു പറയുന്നു, ദൈവം വിശ്വസ്തനാണ്. ഇത് നമ്മെ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഒന്നാമതായി, നമ്മെ രക്ഷിക്കുവാൻ ദൈവം വിശ്വസ്തനാണ് എന്ന് പറയുന്നു. നാം ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കിയാൽ ദൈവീക രക്ഷ അത് നമ്മുടെ ശക്തിയിലല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തതയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. രണ്ടാമത്, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പരിശോധനകളിൽ ദൈവം വിശ്വസ്തനാണ് എന്നാണ്. കാരണം നമുക്ക് സഹിക്കുവാൻ കഴിയുന്നതിലും അധികം പരീക്ഷ ദൈവം നമുക്ക് നൽകുന്നില്ല. പരീക്ഷയോടുകൂടെ അവൻ നീക്കുപോക്കും നൽകുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അവൻ വിശ്വസ്തനാണ്. ആത്മാർത്ഥമായി നമ്മുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ നമ്മുടെ തെറ്റുകൾ ദൈവം നമ്മോട് ക്ഷമിക്കും. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കും. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം നമ്മെ അറിയുന്നില്ല, നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവം കേൾക്കുന്നില്ല എന്നെപ്പോഴെങ്കിലും തോന്നുമ്പോൾ, നിരാശയിൽ നാം ആയിരിക്കുമ്പോൾ, നാം ഒറ്റപ്പെടുമ്പോൾ, നമ്മുടെ വേദനകൾ മാറാതെയിരിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകൾ മറുപടികൾ താമസിക്കുമ്പോൾ, ജീവിതത്തിൽ വേദനയിൽ പ്രാർത്ഥിക്കാതെ ഇരിക്കുമ്പോഴും, നിരാശയിൽ നാം ഒറ്റപ്പെടുമ്പോഴും ദൈവം വിശ്വസ്തനാണ്. ദൈവം നമ്മെ മറക്കുന്നില്ല. അവൻ നമ്മെ തൻ്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു, വഹിച്ചിരിക്കുന്നു എന്നാണ് സത്യം. ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ വിശ്വസ്തനാണ്, അനന്യനാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി പറയാം, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098802221957 എന്ന നമ്പർ ഉപയോഗിക്കുക.